കോഴിക്കോട് വടകര തിരുവള്ളൂരിൽ യുവാവിന് നേരെയുണ്ടായ ആൾക്കൂട്ടാക്രമണത്തിൽ 14 പേർക്കെതിരെ കേസെടുത്തു. 4 പേർ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. തിരുവള്ളൂർ സ്വദേശികളായ മുഹമ്മദ് നജീർ, ബിപിൻ, അഭിനന്ദ്, നിജേഷ് എന്നിവരാണ് ഹാജരായത്. മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവ് ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രതിരോധിച്ചതാണെന്നാണ് ഇവരുടെ വിശദീകരണം. ടി അനീസ് അലി ചേരുകയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനീസ്, ഈ 4 പേർക്കെതിരെ ഇപ്പോൾ 14 പേർക്കെതിരെ കേസ്, 4 പേർ സ്റ്റേഷനിൽ ഹാജരായി. മറ്റുള്ളവരെ പോലീസ് കണ്ടെത്തിയോ? എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? മഹേഷ്, മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ക്രൂരമായ ആക്രമണമാണ് ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുള്ളത്. ആൾക്കൂട്ടം വളഞ്ഞു വെച്ച് മാനസിക വെല്ലുവിളിയുള്ള ഒരു യുവാവിനെ മർദ്ദിക്കുന്നതാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതിക്രൂരമായ മർദ്ദനമാണ്. അതിൽ തന്നെ പ്രദേശവാസികളായ ആളുകൾ ചില പറയുന്നുണ്ട്, ഇനി മർദ്ദിച്ചാൽ അവൻ മരിച്ചു പോകുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ടും അത് നിർത്താതെ മർദ്ദിക്കുന്നതാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇവരുടെ വിശദീകരണം പറയുന്നത് തങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രതിരോധിച്ചു എന്നാണ്. ആ ദൃശ്യങ്ങൾ ഒരിക്കലും അതിനെ സ്ഥിരീകരിക്കുന്നില്ല. കാരണം ഒരു വലിയ സംഘം ആൾക്കൂട്ടം, ഇപ്പോൾ 14 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ട് തന്നെയുണ്ട്. എന്തായാലും ഒരു നിരായുധനായ മനുഷ്യനെ, ഒരു ചെറുപ്പക്കാരനെ, മാനസിക വെല്ലുവിളിയുള്ള യുവാവിനെ ഒരു ആൾക്കൂട്ടം തടഞ്ഞു വെച്ച് മർദ്ദിക്കുന്നതാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. അദ്ദേഹം ഓടിച്ചിരുന്ന വാഹനം ഇവരുടെ വാഹനത്തിൽ തട്ടി എന്നാണ് പറയുന്നത്. പക്ഷേ അതേ തുടർന്ന് ഇദ്ദേഹം പലതവണ ക്ഷമാപണം നടത്തുകയും കൈകൂപ്പി മാപ്പി യാചിക്കുകയും ഒക്കെ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇദ്ദേഹം പറയുന്നത്, ഞാൻ വാഹനം ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ടും നിർത്താതെ മർദ്ദനം തുടർന്നു എന്നാണ് പറയുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മഹേഷ്, ഇതിൽ പോലീസ് ആദ്യഘട്ടത്തിൽ ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ പോലും കേസെടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. അതിനെ തുടർന്ന് വലിയ തരത്തിൽ ഈ കുടുംബമൊക്കെ പോലീസ് സ്റ്റേഷനിൽ എത്തി വലിയ പരാതി ഉന്നയിക്കുകയും ആക്ഷേപം ഉന്നയിക്കുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ അതിൽ കേസെടുക്കാൻ തയ്യാറായിട്ടുള്ളത്. മാത്രമല്ല, ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഭരണ പാർട്ടിയുമായി ബന്ധമുള്ള ആളുകളാണ് ഈ മർദ്ദനത്തിന് പിന്നിൽ എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അവരുടെ യുവജന സംഘടനയുമായി ഒക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ സ്വാധീനമാണ് ഈ കേസെടുക്കാതിരിക്കുന്നതിനും അല്ലെങ്കിൽ വളരെ അലംഭാവത്തോടെ ഈ കാര്യം കൈകാര്യം ചെയ്യാനും കാരണമായത് എന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത്. എന്തായാലും കേരളത്തിൽ അടിക്കടെ ഉണ്ടാകുന്ന ആൾക്കൂട്ട മർദ്ദനം അത് പലപ്പോഴും ഇതുപോലെ ഏതെങ്കിലും തരത്തിൽ നിരാലംബരായ അല്ലെങ്കിൽ ഏതെങ്കിലും അധസ്ഥിത ജനവിഭാഗത്തിൽപ്പെട്ട ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരോ അല്ലെങ്കിൽ മാനസിക വെല്ലുവിളി നേരിടുന്നവരോ അല്ലെങ്കിൽ ഇതര സംസ്ഥാന തൊഴിലാളികളൊക്കെ ആയിട്ടുള്ള പ്രിവിലേജ് ഏറ്റവും കുറഞ്ഞ ആളുകൾ ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനത്തിനിരയാകുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. അത് നിരന്തരം ഉണ്ടാകുമ്പോഴും പോലീസിന്റെ വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് വടകര തിരുവള്ളൂരിൽ യുവാവിന് നേരെയുണ്ടായ ആൾക്കൂട്ടാക്രമണത്തിൽ 14 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. അതിൽ 4 പേർ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി.